അപ്പോൾ പോലീസിൻ്റെ ചെക്കിങ് കഴിഞ്ഞു. അത് എപ്പോഴുള്ളതാണ് ഇവിടെ ഈ റൂട്ടിൽ. നമ്മൾ കൃത്യമായ ഡോക്യുമെൻ്റ് കാര്യങ്ങളൊക്കെ കയ്യിൽ സൂക്ഷിക്കുക. അപ്പോൾ അവർ പിന്നെ വേറെ ഒന്നും നോക്കില്ല, ജസ്റ്റ് ചെക്ക് ചെയ്യും, വണ്ടിയിൽ എന്തെങ്കിലും ഉണ്ടോ എന്താണെന്നുള്ളത് ചെക്ക് ചെയ്യും, എന്നിട്ട് പറഞ്ഞയച്ചു വിടും. അത്രേ ഉള്ളൂ. നമ്മൾ കറക്റ്റ് ആണെങ്കിൽ അവർക്കൊരു പ്രശ്നവുമില്ല, അവരയച്ചു വിടും. അത് അവരുടെ ജോലിയാണല്ലോ. അപ്പോൾ അത് ചെയ്തോട്ടെ, നല്ല കാര്യം തന്നെയാണ്. അപ്പോൾ അതൊക്കെയാണ്. നല്ല അതിമനോഹരമായ റൈറ്റ് സൈഡ് മുഴുവൻ തെങ്ങും തോപ്പാണ്. വലിയൊരു തെങ്ങും തോപ്പാണ് നമ്മൾ കാണുന്നത്. പിന്നെ ഇതേ ആ തെങ്ങും തോപ്പിനുള്ളൊരു ചെറിയൊരു പെട്രോൾ പമ്പുണ്ട്. ചെറുതല്ല കേട്ടോ, അത് അത്യാവശ്യം വലുതാണ്. നല്ലൊരു പെട്രോൾ പമ്പുണ്ട്. അപ്പോൾ ഈ വഴിക്ക് വരുന്നവർക്ക് ഡീസൽ അടിക്കാനൊക്കെ വലിയ ഉപകാരമായിരിക്കും. ഡീസലോ പെട്രോളോ എന്താ വെച്ചാൽ അടിച്ച് പോവാം, അതിനൊന്നും കുഴപ്പമില്ല. നല്ലൊരു പരിപാടിയാണ്. വീണ്ടും റൈറ്റ് സൈഡ് വലിയ റൈറ്റും ലെഫ്റ്റും ഉണ്ട് കേട്ടോ. തെങ്ങും തോപ്പ് നല്ല അതിമനോഹരമായ തെങ്ങും തോപ്പാണ്. നല്ല നീറ്റായ സ്ഥലം, നല്ല കുഴപ്പമില്ല. റോഡുകളിൽ വലിയ ബുദ്ധിമുട്ടോ കുണ്ടും കുഴിയോ അങ്ങനെയുള്ള പ്രശ്നങ്ങളോ ഒന്നുമില്ല. അപ്പം നമ്മൾ ഇത് ബോർഡർ എത്തിയിരിക്കുകയാണ്, നമ്മുടെ കേരള തമിഴ്നാട് അതിർത്തിയായ ബോർഡർ. അപ്പോൾ സ്ഥലം വേലാന്താവളം എന്ന് പറയും. അതാണ് ഈ ബോർഡർ. അവിടെ ഒരു ഹമ്പിട്ട് വെച്ചിരിക്കുന്നവർ, അത് നല്ല കാര്യമാണ്. കാരണം ബോർഡറിൻ്റെ അവിടെ ഒരു പാലമുണ്ട്. അപ്പോൾ ഒരു ഹമ്പിട്ട് വെച്ചിരിക്കുന്നത് നല്ല കാര്യം തന്നെയാണ്. അപ്പം നമ്മുടെ നാട്ടിലേക്ക് നമ്മൾ ഓരോരോ നിമിഷം ഓരോരോ സെക്കൻഡ് കൊണ്ട് എത്തിയിരിക്കും. എത്താൻ പോവുകയാണ്, എത്തി കാലുകുത്തിയിരിക്കുകയാണ്. അങ്ങനെ കേരളത്തിലേക്ക് വീണ്ടും എത്തി. നമ്മൾ എത്തിപ്പോയി കേരളത്തിലേക്ക് വീണ്ടും എത്തിപ്പോയി. ഇനിയിപ്പോൾ അധികം വൈകാതെ നമ്മൾ നമ്മുടെ നാട്ടിലേക്കും വീട്ടിലേക്കും റീച്ച് ആവുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ പാലക്കാട് എത്തി. പാലക്കാട് സിറ്റിയിലേക്ക്, അല്ലെങ്കിൽ പാലക്കാട് നമ്മുടെ കേരളത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മുടെ നാടെത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെറിയൊരു ആട്ടം ഉണ്ടാവും. അത് കാലില്ല, സഹിക്കുക, അല്ലാതെ ഇപ്പോൾ നമുക്ക് കുറ്റം പറയാനൊന്നുമില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. വരുന്നുണ്ട് ഡിമ്മടിച്ച് തരില്ല, നമ്മളെ അടിച്ചു കൊടുക്കുന്ന കാര്യമില്ല. കാറുണ്ട്, നല്ല മനുഷ്യൻ, ഡിമ്മടിച്ചു, വെരി ഗുഡ്. അയാൾക്കൊരു അഭിനന്ദനം. ഇത്രയും നല്ല മനുഷ്യന്മാരെ നമ്മുടെ നാട്ടിലുണ്ടെന്നുള്ളത് നമുക്ക് അഭിമാനിക്കാം. എന്തേ? അപ്പോൾ ഡിമ്മൊക്കെ അടിച്ചു തന്നിട്ട് നല്ല രീതിക്ക് പോകണം. നല്ല മനുഷ്യൻ, ഗുഡ് ഗുഡ് ഗുഡ്. അപ്പം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ചെറിയ റോഡാണ്, അത്യാവശ്യം നല്ല മൊത്തത്തിൽ വളവ് തിരിവുകൾ ഒരുപാടുണ്ടാവും. അപ്പം ഇനി അല്പം സ്ലോ ആക്കിയിട്ട് പതിയെ അങ്ങനെ നീങ്ങാം, പോയി തുടങ്ങാം. ഏകദേശം നമ്മൾ നമ്മുടെ വേലാന്താവളമൊക്കെ ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് അവിടെ ഒരു RTO ചെക്ക് പോസ്റ്റുണ്ട്, 1-2 പോലീസ് ഉണ്ട്. ഒരാളെ ഉള്ളൂ, പുള്ളി അവിടെ റെസ്റ്റാണ്. അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടില്ലേ, റോഡ് സൈഡ് ഇഷ്ടം പോലെ ലൈറ്റുകളാണ്. അതാണ് ഇവിടെ ഹെഡ്ലൈറ്റ് ഇല്ലെങ്കിലും സുന്ദരമായി പോകാം. അത്രയധികം റോഡ് സൈഡിലുള്ള ലൈറ്റുകളുണ്ട് നമ്മുടെ നാട്ടിൽ. അതിമനോഹരമായ ലൈറ്റുകളും ഹൈ മാസ്ക് ലൈറ്റ് വരെയാണ് ഇവിടെ പിടിപ്പിച്ച് വെച്ചിരിക്കുന്നത്. ഇതേ ഓപ്പോസിറ്റ് നല്ല ഒരു ലോങ് ഡിസ്റ്റൻസ് ഒരു വണ്ടി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എൻ്റെ ഒരു നിഗമനത്തിൽ ലോറിയാണെന്നാണ് തോന്നുന്നത്. ഡിമ്മടിച്ച് തരില്ല, അത് കുറ്റം കൊണ്ട് കാര്യമില്ല. ഇത്രയും ദൂരം പോകണം, എല്ലാ വണ്ടിക്കും ഡിമ്മടിക്കണമെങ്കിൽ സമയം ഒരുപാടാകും. അപ്പോൾ നമ്മളെന്താ പറയുക, നമ്മൾ ഡിമ്മടിച്ച് പോവുക നമ്മുടെ സേഫ്റ്റിക്ക്. അടുത്തതും ലോറിയാണ്, പക്ഷേ അതൊരു മനുഷ്യൻ, നല്ല മനുഷ്യനാണ് തോന്നുന്നു. ആ പുള്ളി ഡിമ്മടിച്ചിരിക്കുന്നു. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. അപ്പോൾ അത്രയും നല്ല മനുഷ്യന്മാരും നമ്മുടെ കൂട്ടത്തിലുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ എല്ലാവരും അധിക്ഷേപിച്ചവർ നമുക്ക് രാത്രി വൈകിയും പണി നടക്കണം. പൈപ്പ് പ്ലംബിങ് വർക്ക്, ആ റോഡൊക്കെ കുഴിച്ചവർ പ്ലംബിങ് പൈപ്പ് എന്തൊക്കെയൊക്കെയോ ഇടുകയാണല്ലോ. ഇവിടെ എന്തൊക്കെയൊക്കെയോ ബോർഡ് ഇട്ടുകൊണ്ട് നടക്കുന്നു. രാത്രിയൊക്കെ വൈകിയും പണി നടക്കുന്നുണ്ട്. ഇവിടെ ആരും കാണാനില്ല, അവിടെ 2 പേര് മാത്രമേ ഉള്ളൂ. ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ. പിന്നെ യാത്രയെ സ്നേഹിക്കുന്ന മനോഹരമായ ആളുകളുണ്ടെങ്കിൽ പോന്നോട്ടെ. അപ്പോൾ വീഡിയോ എടുക്കാനുള്ള സെറ്റപ്പൊക്കെ നല്ല രീതിക്ക് ആക്കുന്നതായിരിക്കും. ഇപ്പോൾ തൽക്കാലം ഒരു തട്ടിമുട്ടിയിട്ടുള്ള പരിപാടികളൊക്കെയാണ്. അതിനുശേഷം നമുക്ക് നല്ല നല്ല കാര്യങ്ങളൊക്കെ വരും. ഓണത്തെ പേരിൽ നമ്മളെല്ലാം സെറ്റാക്കുന്നതായിരിക്കും. ഇതേ ഒരു ടൂറിസ്റ്റ് ബസ് വന്നത് വെള്ളമാണ് അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഒരു ബുള്ളറ്റ് പയ്യന്മാർ നിൽക്കുന്നുണ്ട്. അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. ഓണത്തെ പേരിൽ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഒരു നല്ലൊരു ലോറി സൈഡാക്കിയിരിക്കുന്നു. അങ്ങനെയാണ്, അപ്പോൾ അത് സൈഡാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഒരുപാട് യാത്രകൾ ഇങ്ങനെ പോകുന്നതുകൊണ്ട്, എല്ലാ ഭാഗങ്ങളിലും പോകുന്നതുകൊണ്ട് എല്ലാ ഭാഗവും നമുക്ക് എല്ലാ വീഡിയോസും നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. നമ്മളോളം
വെച്ചാണ്, അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കുന്നത്. ഓണാക്കി വെച്ചാൽ മതിയല്ലോ. അപ്പോൾ ഒരു ലോറിയും കൂടി വരുന്നുണ്ട്, ഡിമ്മടിക്കുന്നില്ല, നമ്മളടിച്ചു കൊടുത്തു. പുള്ളി ടിപ്പറാണ്, അതുകൊണ്ടാണത് ചുറ്റും ലോറികളാണ്. ഇവിടെ റോഡിലൊരു അത്യാവശ്യം സ്പേസ് സ്ഥലമൊക്കെ ഉണ്ട് വണ്ടി നിർത്തുക. അതുകൊണ്ടാണ് ആളുകളോട് വണ്ടി നിർത്തി ഭക്ഷണം കഴിക്കുക, ചായ കുടിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ. ചെറിയ ആർട്ടി ഓഫീസ് പോലെ എന്തൊക്കെയോ ഉണ്ട് ഇവിടെ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വീണ്ടും മുന്നോട്ട് യാത്ര തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ. അപ്പോൾ ഏകദേശം പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ചെറിയ വളവ് തിരിവുകൾ, കുന്നുമേടുകൾ എന്ന് പറയുന്ന പോലെ ചെറുതായിട്ടുള്ളതൊക്കെ ഉണ്ട്. അതൊന്നും നമ്മുടെ നാട്ടിലുള്ള ആളുകളൊക്കെ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള വാഹനപ്രേമികൾക്ക്, യാത്രാപ്രേമികൾക്ക് ഇതൊക്കെ ഒരു അത്ഭുത കാഴ്ചകളൊക്കെ തന്നെയാണ്. അതൊന്നും ഒരു വിഷയമുള്ള കാര്യമല്ല. അപ്പം അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. നല്ല അതിമനോഹരം, അതിഗംഭീരം യാത്രയാണ്. വീണ്ടും പറയാണ്, നല്ല നല്ല ലൈറ്റുകളും റോഡിലും ഓരോരോ ജംഗ്ഷനിലും എല്ലാം സൂപ്പർ. അപ്പോൾ അടിപൊളിയാണ് നമ്മുടെ നാട്ടിൻ്റെ പരിപാടികളെന്ന് പറഞ്ഞു വരുന്നത്. എത്ര സുന്ദരം നോക്കിയേ, റോഡ് എത്ര പളിച്ചെന്ന് കാണാൻ പറ്റുന്നത് നോക്കിയേ. ഇപ്പോൾ എല്ലാവർക്കും കാണാൻ പറ്റുമോ എന്നുള്ളത് അറിയില്ല, എന്നാലും ഞാൻ പറഞ്ഞ എല്ലാവർക്കും കാണാൻ പറ്റുമെന്ന് വിചാരിക്കട്ടെ. അപ്പോൾ ഇനിയും പുതിയ വിശേഷങ്ങളും പുതിയ വീഡിയോകളായിട്ടും വീണ്ടും നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ ഓടിച്ചാടി എത്തുന്നതായിരിക്കും. ഇപ്പോൾ തൽക്കാലം എല്ലാം അവസാനിപ്പിക്കുകയാണ്. അതായത് എന്ന് വെച്ചാൽ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഇനിയും മുന്നോട്ട് ഉള്ള അടുത്ത വീഡിയോകളും അടുത്ത വിശേഷങ്ങളും പുതിയ ഓരോ പരിപാടികളും നമ്മൾ കിട്ടുന്നതായിരിക്കും. അപ്പോൾ മതി, ഇനിയിപ്പോൾ രാത്രി ഏറെ വൈകി നിങ്ങളെ ഞാൻ ബോറടിപ്പിക്കുന്നില്ല, ബുദ്ധിമുട്ടിപ്പിക്കുന്നില്ല. അപ്പോൾ അപ്ലോഡ് ചെയ്യണം വീഡിയോ. അപ്പോൾ എല്ലാവരും കാണുക, എല്ലാവരും കമൻറ്റുകൾ അയയ്ക്കുക. കാണുന്ന ആളുകൾ ഓരോരുത്തരും ലൈക്ക് ചെയ്യുക, കമൻറ്റുകൾ അയയ്ക്കുക. അപ്പോൾ നമ്മളെ മുന്നോട്ട് പോകാനുള്ള ഒരു ഇൻട്രസ്റ്റ് വീണ്ടും നമുക്കുണ്ടാവും. അപ്പോൾ എല്ലാം പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. അപ്പോൾ എല്ലാവരും കാണുക. ഓക്കെ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വക ഒരു ഗുഡ് നൈറ്റ്.